Konnichiwa minasan, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്ററുള്ള 1147ന്റെ മലയാളം മാംഗ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും എല്ലാം കാരണം നമ്മൾ അവസാനം അങ്ങനെ 30K അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സപ്പോർട്ട് ഫ്യൂച്ചറിലും കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. ചാപ്റ്ററിന്റെ പേര് ദി തിങ്സ് വി ഫൈൻഡ് സ്കെരി എന്നാണ്. ചാപ്റ്ററിന്റെ കവർ പേജിലായിട്ട് യാമറ്റോ നമ്മുടെ റൈസ് കൊടുത്ത് ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെ സോളിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ. സോൾ പറയുന്നുണ്ട്, റോബിൻ, ചോപ്പർ, പാത്തിരുന്നു, ഞാൻ അവനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അവൻ ഒരു ഗോഡ്സ് നൈറ്റ് ആണ്. അവനെ നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, കാര്യം അവൻ ഇമ്മോർട്ടലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പാത്തിരുന്നിട്ട് ഒരു സമയം കിട്ടാൻ നിർത്ത്, എങ്ങനെയെങ്കിലും ആ പിള്ളേരെ നിങ്ങൾ രക്ഷിക്കണം. പെട്ടെന്ന് നമ്മുടെ ഷോമിസ് പറയുന്നുണ്ട്, ഗുങ്കോ, നിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞോ? എന്താ ഈ സ്ട്രോഹൽസിനെ കൂടെ നമ്മുടെ കൂടെ കൊണ്ടുവരുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ക്യുലിംഗം പറയുന്നുണ്ട്, ഷോമിസ്, നീനെ മന്ദബുദ്ധിയാണ്. ഏറ്റവും അവസാനത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും അവസാനത്തെ കാര്യമാണ് സ്ട്രോഹെഡ് ലൂഫിനെ പ്രൊവോക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ മെയിൻ മിഷൻ മാത്രം ഫോക്കസ് ചെയ്യാൻ നോക്ക്. നിന്നൊക്കെ ഉറപ്പായിട്ട് ഞാൻ വെറുതെ വിടത്തില്ല. കോളോനെ ബാക്കിയുള്ളവരൊക്കെ നീ എന്തുവാണ് ചെയ്തത്? അത് മാത്രമല്ല ജിംബെ, നീ എന്താണ് ഇങ്ങനെ ഇരിക്കണം? നിനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലേ? എൻ്റെ നാമി ഒന്നും മിണ്ടാതിരി. ഞാൻ അവളുടെ എബിലിറ്റിനെ എങ്ങനെ ഒന്ന് ഓവർ പവർ ചെയ്യാമെന്ന് ആലോചിക്കുവാണ്. ഓ, ആ പെണ്ണ് അവൾ വിഷയമാണ്, അവൾ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വിഷയമാണെന്ന് നമ്മുടെ ഉസോപ്പം പറയും. പെട്ടെന്നായിരുന്നു നമ്മുടെ ബ്രോക്കിനെ നേരെ ഒരു സോഡ് വരുന്നത്. എന്നിട്ട് പുള്ളിക്കാരി അവനെ മുഖത്ത് ചവിട്ടി പിടിച്ചിട്ട് പറയുന്നുണ്ട്, നീ എൻ്റേതാണ്, നീ എൻ്റെ മ്യൂസിക് സ്ലേവ് ആകാൻ പോകുവാണ്. ഇത് കേൾക്കുന്ന നാമി ഉസോപ്പും ജിമ്മയും ഞെട്ടിപ്പോവും. അതായത് നമ്മുടെ ഗുങ്കോ, അതായത് ഒരു സെലസ്റ്റൽ ഡ്രാഗനുള്ള ഗുങ്കോ ബ്രോക്കിന്റെ പാട്ടിന്റെ ഫാനാണെന്നാണ് അവരാലോചിക്കുന്നത്. എൻ്റെ ഗുങ്കോ ഒന്ന് നിർത്താൻ നോക്ക്, എനിക്കും വലിയ മൂടൊന്നുമില്ല ഒരു എംബറായിട്ട് ഫൈറ്റ് ചെയ്യാൻ. അതുകൊണ്ട് പെട്ടെന്ന് നിർത്ത്, നമ്മുടെ പരിപാടി നോക്കാം. അപ്പം തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അതായത് നമ്മുടെ ബ്രോക്ക് പറയുന്നുണ്ട്, മൈ ലേഡി, എന്നോട് ക്ഷമിക്കൂ. ഓൾറെഡി ഞാൻ എൻ്റെ ജീവിതം സ്ട്രോഹെഡ് ലൂഫിയായുള്ള എൻ്റെ ക്യാപ്റ്റനെ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ ലോയൽറ്റി അവന് മാത്രമുള്ളതാണ്. നീ ഇത് റിഫ്യൂസ് ചെയ്താൽ അത് നിന്റെ മരണമാണെന്നാണ് അർത്ഥം. കൊടുത്ത വാക്ക് നിറവേറാൻ സാധിച്ചില്ലെങ്കിൽ മരിക്കുന്നത് തന്നെയാണ് നല്ലത്. പെട്ടെന്ന് തന്നെ ഗുങ്കോ അവന് ചവിട്ടി ദൂരത്തേക്ക് ഇടുന്നുണ്ട്. ബ്രോക്കിനെ എന്നിട്ട് നിർത്താതെ അവൾ ചവിട്ടിക്കൊണ്ടിരിക്കുവാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഷോമേസ് ക്യൂലിംഗായിട്ട് ബന്ധപ്പെടും. അവനും പറയുന്നുണ്ട്, ഓക്കെയാണ്, നീ സംസാരിച്ച് തുടങ്ങിക്കോ. പെട്ടെന്ന് ഷോമേസ് സംസാരിക്കാൻ തുടങ്ങും. എല്ലാവർക്കും എന്നെ കേൾക്കാവോ? വാരിയേഴ്സ് ഓഫ് ദി എൽബോഫ്. അതാരാണ് ഇപ്പോൾ സംസാരിച്ചത്? സംഭവം വരുന്നില്ല. എൽബോഫിലുള്ള എല്ലാ സ്നേഹിലും ഈ ഒരു ബ്രോഡ്കാസ്റ്റ് പറയാൻ തുടങ്ങും. നിങ്ങളുടെ കൺട്രിയിൽ കുറേയധികം അബ്നോർമാലിറ്റീസ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണൂലേ? അതെല്ലാം ഞങ്ങളുടെ പണിയാണ്. ഞാനാണ് ഹോളി ലാൻഡ് മെരിജിയോസിലെ ഡാഗർ എന്നറിയപ്പെടുന്ന ഷുമേസ്, ദി ഗോഡ്സ് നൈറ്റ്. ഇത് മെരിജിയോസോ? ഇത് ഗവൺമെന്റ് അല്ലേ? ചീഫ്, എല്ലാ സ്ഥലത്തും ഈ ഒരു ബ്രോഡ്കാസ്റ്റ് പോകുന്നുണ്ട്. ഇതെന്താണ് സംഭവം? നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി ഈ ഒരു കാര്യം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ കൺട്രിയിലുള്ള 10 പിള്ളേരെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഓറഞ്ച് താടിയുള്ള ഒരുത്തനില്ലേ, അവനെ ഞങ്ങൾ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ കഷ്ടപ്പെട്ട് ആ പിള്ളേരെ ഫ്രീ ചെയ്യാനൊന്ന് വന്നതാണ്. അത് സോളല്ലേ? സോളിനെ പറ്റിയല്ലേ പറഞ്ഞത്? സോളിന് എന്ത് പറ്റി? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ വിചാരത്തിൽ ആ പിള്ളേരൊക്കെ സേഫ് ആണെന്നായിരിക്കും, പക്ഷേ സേഫ് അല്ല. അവർ ഞങ്ങളുടെ ഗോളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ വീഡിയോ ഫീഡില്ലാത്തത് നിങ്ങളുടെ ഭാഗ്യമാണ്. നിനക്ക് ആ പിള്ളേരുടെ പേര് ഓർമ്മയുണ്ടല്ലോ, അതുകൊണ്ട് മര്യാദക്ക് വന്ന് പേര് പറയാൻ നോക്ക്. അവരുടെ പാരൻസിന്റെ പേരും പറയണം. അവരെല്ലാവരും അറിയണം ആരെയൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത്. അങ്ങനെ പിള്ളേരൊക്കെ ഉറക്കൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. അവരായിട്ട് നിർത്താൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്നെ സംഭവിക്കുന്നു മനസ്സിലായില്ല. അവരുടെ ബോഡി ഇങ്ങനെ അനയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ കോളോൺ ഉണ്ടായിരുന്നു. കോളോൺ പറയുന്നുണ്ട്, മന്ദബുദ്ധികളെ, നിനക്കൊന്നും മനസ്സിലാവുന്നില്ലേ? നമ്മളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുവാണ്. എന്ത് കിഡ്നാപ്പോ? ആരും പേടിക്കൊന്നും വേണ്ട, ഞാനിവിടെ ഉള്ള അത്രയും കാലം ഇവിടെ ഒന്നും തന്നെ സംഭവിക്കില്ല. പെട്ടെന്ന് 2 മോൺസ്റ്റേഴ്സ് അവിടെ വരാൻ നിർത്തി കോളാനായിട്ട് പേടിച്ചെടുത്ത് കാറുന്നുണ്ട്. ഇതേ സമയത്ത് ഡോറിയുടെ ബ്രോക്കിന്റെ ഷിപ്പ് അവിടേക്ക് പെട്ടെന്ന് പോകാൻ നോക്കാൻ നിർത്തി അവിടെ ഉണ്ടായിരുന്ന ജയൻസിന്റെ അമ്മമാര്, അതായത് അവരുടെ ഏറ്റവും പേടി സ്വപ്നം അവരുടെ അമ്മയായിരുന്നു. സോ അവരുടെ അമ്മമാര് അവിടേക്ക് വരാൻ തുടങ്ങി. ആ ഷിപ്പ് മുഴുവൻ നശിപ്പിക്കാൻ തുടങ്ങി. അമ്മമാരായതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും നല്ല പേടിയുണ്ടായിരുന്നു. അവർ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് അവരുടെ ഷിപ്പ് അറ്റാക്കും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കൺട്രോൾ തെറ്റിയ ആ ഒരു ഷിപ്പ് നേരെ താഴത്തേക്ക് വീഴുന്നുണ്ട്. ഇത് കാണുന്ന ഷോമിസും പറയുന്നുണ്ട്, അവസാനം മൈറ്റി ജയന്റ് പൈരറ്റ്സിന്റെ ഷിപ്പും താഴത്തേക്ക് വീണിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ഇവിടെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. ഞാൻ വളരെ ബ്രീഫായിട്ട് എന്താണെന്ന് പറഞ്ഞുതരാം. ഞാനിവിടെ പറയുന്നത് ലെജൻഡറി വാരിയറായിട്ടുള്ള മൗണ്ട് ബിയഡ് ജാർലിനോടാണ്. ഞാനോ? അതെ, കാര്യം നിങ്ങളുടെ കിങ് ഇപ്പോൾ ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് നീ ശ്രദ്ധിച്ചു കേട്ടോ. ഈ ഒരു സമയത്ത് റിപ്ലി പെട്ടെന്ന് അവിടേക്ക് ഓടി വരുന്നുണ്ട്. കാര്യം പുള്ളിക്കാരി കണ്ട് അവളുടെ ഭർത്താവുള്ള ആ ഒരു ഷിപ്പ് താഴത്തേക്ക് വീഴുന്നത്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നിങ്ങൾ ജയൻസ് ഞങ്ങളുടെ യുദ്ധത്തിന്റെ മുൻനിരയിൽ നിൽക്കേണ്ട ആൾക്കാരാണ്. അതല്ലെങ്കിൽ നിങ്ങൾ വാല്യൂ ചെയ്യുന്ന ആ പിള്ളേരില്ലേ, അവരുടെ കാര്യം പറയണ്ടല്ലോ. ഇപ്പോഴും നിങ്ങൾക്ക് നല്ല ഡൗട്ടായിരിക്കും അവരിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങളും നീക്കുക. എനിക്ക് അവരുടെ പേരൊക്കെ അറിയാം, ഞാൻ തന്നെ പറയാം. ആദ്യത്തെ ആള് എലിവയാണ്. അതെന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടർ ആണല്ലോ. സ്കാഡി, ഓൾഫ്, കൂളൻ, മഗ്, റോണിയ, ബെന്റ്, ജോഹാൻ, ബ്രോക്ക്, ഇങ്ങനെ എല്ലാവരും തന്നെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ 9 പേരാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരാൾ ഇവന്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കാൻ വേണ്ടി അവിടേക്ക് വന്ന്. അത് മറ്റാരുമില്ല, ആ ലിറ്റിൽ വാരിയറുള്ള കൊളോണാണ്. അവരാണ് ഞങ്ങളുടെ 10ാമത്തെ ആള്. എന്ത് കൊളോൺ? നമ്മുടെ പയ്യനെ പറ്റിയാണ് അവൻ ഇപ്പൊ സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണെന്നാണ്. സോ ഞാനൊരു ഡിമാൻഡ് പറയാം. എൽബഫ്,
എൽബഫ് എന്ന് പറയുന്നത് ഒരു വാരിയേഴ്സ് ആണ്. അതുകൊണ്ട് ഇവിടെ സ്കൂളും വേണ്ട, ലൈബ്രറീസും വേണ്ട, ഹിസ്റ്ററി സംബന്ധിച്ച് ഒന്നും തന്നെ വേണ്ട. അതെല്ലാം നിങ്ങൾ നശിപ്പിക്കണം, അല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് നിങ്ങളുടെ പിള്ളേരെ ഞങ്ങൾ കൊന്നൊടുക്കാൻ തുടങ്ങും. ഇത് കേൾക്കുന്ന ഗബാന് ദേഷ്യം വന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അവൻ എന്തുവാടാ പറഞ്ഞത്. അങ്ങനെ അവരെല്ലാവരും ദേഷ്യത്തിൽ നിൽക്കുവാണ്. അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ മക്കളൊന്ന് സേവ് ചെയ്താൽ മതി. എൽഡർ ജാറോൾ, ഇവിടെ നിന്റെയാണ് ചോയ്സ്. നീ പറയുന്നതായിരിക്കും ഇവിടുത്തെ കാര്യം. ഞാനോ? അത് തന്നെ, നീ തന്നെ. അയ്യോ, അങ്ങനെ ചെയ്യില്ലേ. എൽബഫിലെ സമാധാനത്തിന്റെ സിമ്പിളാണ് ഇവിടുത്തെ സ്കൂളുകൾ. അതേപോലത്തെ ഇവിടെ ലൈബ്രറി കുറേയധികം ഹിസ്റ്ററി കണക്കാക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ മാത്രമല്ല, പല 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 നൂറ്റാണ്ടുകളുള്ള ഹിസ്റ്ററീസ് ഇവിടെയുണ്ട്. ഇതൊക്കെ നമ്മുടെ റോബിൻ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരിക്കാകട്ടെ ഇതൊന്നും സഹിക്കാമില്ലായിരുന്നു. ചോപ്പർ പറയുന്നുണ്ട്, റോബിൻ അത് ചെയ്യരുത്. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ യാസൻ, അതായത് ഗബാനും പെട്ടെന്ന് റിപ്ലിയുടെ കയ്യിൽ നിന്ന് ദൂരത്തേക്ക് തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ റോബിനും ഗബാനും ഒരേ സ്വരത്തിൽ അവിടെ ഒരു കാര്യം പറയും, എന്താണെങ്കിൽ കൊള്ളാം, അതൊരിക്കലും ഞാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഫൈറ്റിലേക്ക് ഇറങ്ങിക്കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. അടുത്ത വീക്ക് ബ്രേക്ക് ഒന്നുമില്ല. അതുകൊണ്ട് ഈ വരുന്ന ചൊവ്വാഴ്ച തന്നെ നമുക്ക് ലീക്സ് കിട്ടുന്നതായിരിക്കും. സോ അത് മിസ്സാകാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്.